Hello. Check. 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 Praise the Lord. Hallelujah. Hallelujah. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ചിലർക്കെങ്കിലും കഴിഞ്ഞുപോയ വർഷം അനുഗ്രഹദായകമായ വർഷമായിരുന്നു. മറ്റു ചിലർക്ക് ഒരുപാട് സങ്കടപ്പെടാനുള്ള വർഷമായിരുന്നു. അങ്ങനെ സുഖവും ദുഃഖവും സമ്മിശ്രമായ ഒരു വർഷമാണ് നമുക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. എങ്കിലും ദൈവം തന്ന ദാനമാണ് കഴിഞ്ഞ ഒരു വർഷം 2015. ദൈവം തന്ന എല്ലാറ്റിലും സുഖവും ദുഃഖവുമുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് പ്രകാരം പഠിപ്പിക്കുന്നു, ഈ ലോകത്തേക്ക് ദൈവം നൽകിയ ദൈവത്തിന്റെ മക്കളിൽ ഒരാള് പാപമില്ലാത്തവനായിട്ടുണ്ടായിരുന്നു, എന്നാൽ ആരും സഹനമില്ലാത്തവനായിട്ടില്ല. ആരാണ് പാപമില്ലാത്തത്? യേശു മാത്രം. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ മാത്രം പാപമില്ലാത്തവനായിട്ട് ജനിപ്പിച്ചു. എങ്കിലും ആ ഏകപുത്രനും സഹനമുണ്ടായിരുന്നു. അതുകൊണ്ട് സുഖദുഃഖ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം. 2015 കടന്നു പോകുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ ഈ 2015 നമുക്ക് നമ്മുടെ ഓർമ്മകളിലേക്ക് തള്ളിവിടാം. 2016 പ്രതീക്ഷയുടെ ഒരു വർഷമായിട്ട് മാറട്ടെ. ഒരു ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര പ്രതീക്ഷയാണ്. പ്രതീക്ഷിക്കാത്തവൻ ക്രിസ്ത്യാനിയല്ല, പ്രതീക്ഷയോടെ കാത്തിരിക്കാത്തവൻ ക്രിസ്തു വിശ്വാസിയല്ല. അതുകൊണ്ട് ഓരോ ക്രിസ്ത്യാനിയുടെയും ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് പ്രതീക്ഷ. ആ ഒരു കാര്യമാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. 2015 എല്ലാ കാര്യങ്ങളും മറക്കുവാനും ക്ഷമിക്കുവാനും ഉപേക്ഷിക്കുവാനും നമുക്ക് സാധിക്കണം. 2016 സന്തോഷത്തോടെ സ്വീകരിക്കാൻ സാധിക്കണം. അതിന് ഏറ്റവും അനുഗ്രഹദായകമായ സമയമാണ് ഇന്ന് നമ്മൾ നടക്കുന്ന ഈ ശുശ്രൂഷ. ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതി ആരാധന നൽകി ദൈവത്തെ മഹത്വപ്പെടുത്തി സുഖത്തിനും ദുഃഖത്തിനും സന്തോഷത്തിലും എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറഞ്ഞ് കർത്താവിനോട് ചേർന്നിരുന്ന് പുതിയ വർഷത്തെ വരവേൽക്കുവാനുള്ള വലിയൊരു അനുഗ്രഹം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹദായകമായ നിമിഷങ്ങളിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നയിക്കുവാൻ കാരിസ് ഭവൻസിനോട് ചേർന്ന് കെയ്റോസ് ടീം, ബഹുമാനപ്പെട്ട കാരിയസൻ, അതുപോലെ തന്നെ അനുഗ്രഹീത വചനപ്രഘോഷകൻ ബ്രദർ റജി കൊട്ടാരം, അതുപോലെ തന്നെ നാവിൻ തുമ്പിൽ സംഗീതവുമായി നമ്മളെയൊക്കെ ഒരുപാട് ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് ഉയർത്തിയ പീറ്റർ ചേരാനെല്ലൂർ,
അതുപോലെ തന്നെ നമ്മളോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഈശോ എന്ന CD-യിലെ അനുഗ്രഹീത കൊച്ചു ഗായിക അന്നക്കുട്ടി, ഇവരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ഈ ഒരു ശുശ്രൂഷയിൽ അവരൊക്കെ നമ്മളെ നയിക്കും. ഒപ്പം പീറ്റർ ചേട്ടനോടും റജി ബ്രദറിനോടും ചേർന്ന് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും നയിക്കുകയും ചെയ്യുന്ന അനേകം കലാകാരന്മാരും കലാകാരികളുമുണ്ട്. നമുക്കൊന്നു ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുക. എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുക. ദൈവമേ, 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ കർത്താവേ, 2015 നന്ദിയോടെ യാത്രയയക്കുവാനും 2016 എന്ന പുതിയ വർഷത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും ഒരുങ്ങി വന്നിരിക്കുന്ന ഈ മക്കളുടെ ഇടയിലൂടെ അങ്ങ് ഇറങ്ങി നടക്കണമേ. കഴിഞ്ഞു പോയതിനെ വിസ്മൃതിയിലേക്ക്, ചരിത്രത്തിലേക്ക് തള്ളിക്കളയുവാനും പ്രതീക്ഷയോടെ പുതിയ വർഷത്തെ സ്വീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്നവര്, ഇനിയും കണ്ടുവരുന്ന മക്കള്, യാത്രയിലായിരിക്കുന്നവര് എല്ലാവരെയും സമർപ്പിക്കുന്നു. കാര്യസ്ഥഭവൻ ധ്യാനകേന്ദ്രത്തെ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട കാര്യസ്ഥനെയും കാര്യസ്ഥഭവൻ ടീം അംഗങ്ങളെയും ഇന്നിവിടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന കൈറോസ് ടീമിനെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് തന്ന ദാനം, അങ്ങ് ഈ മക്കൾക്ക് നൽകിയ സംഗീതമെന്ന ആ ദാനം, അത് അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ ഒരുങ്ങുന്ന ഈ മക്കളെ, ഇവരെ അങ്ങ് ശക്തിയാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഈ മക്കൾ നിറയട്ടെ. അഭിഷേകത്തോടെ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ഈ മക്കളെ സഹായിക്കണമേ. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിലേക്ക് ഉയരുവാൻ ഈ മക്കളുടെ അങ്ങ് നൽകിയ ദാനം ഇവർ ഉപയോഗിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അങ്ങയുടെ സഭയ്ക്ക് മഹത്വമുണ്ടാകട്ടെ. അങ്ങയുടെ മക്കളിലൂടെ അങ്ങയ്ക്ക് മഹത്വം ലഭിക്കട്ടെ. ഇരു കരങ്ങളും ഉയർത്താം. ഈ ശുശ്രൂഷ നയിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ ആരാധന, അതിനുശേഷം രോഗസൗഖ്യ ആരാധന, വിശുദ്ധ കുർബാന എന്നിവയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവാനുഭവം ഉണ്ടാവാൻ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളുയർത്തി ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഓരോ മക്കളെയും ആത്മാവിൽ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, 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 ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അഭിഷേകത്താൽ നിറയ്ക്കണമേ. അഭിഷേകം നിറഞ്ഞൊഴുകട്ടെ. ഈ വചന കൂടാരത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞൊഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
എല്ലാവരും ചേർന്ന് കൈകൾ ഉയർത്തി അഭിഷേകം ചെയ്തേ ശക്തിയാൽ നിറയ്ക്കണേ പരിശുദ്ധാത്മാവേ എല്ലാവരും ചേർന്ന് പാടിക്കേ പറന്നിറങ്ങണമേ ദൈവ സാന്നിധ്യത്തോടെ അഭിഷേകം ചെയ്തേ ശക്തിയാൽ നിറയ്ക്കണേ അഗ്നിയും നീയേ കൊടുങ്കാറ്റും നീയേ പെരുമഴ പോരെന്നിൽ പെയ്തിറങ്ങണേ ചേർന്ന് പാടിക്കേ കൊടുങ്കാറ്റും നീയേ അഭിഷേകത്തോടെ പെരുമഴ പോരെന്നിൽ പെയ്തിറങ്ങണേ പരിശുദ്ധാത്മാവേ സ്വരമുയർത്തി പാടിക്കേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഏറ്റെടുത്ത് അഭിഷേകം ചെയ്തേ എല്ലാം വിട്ടുകൊടുത്തേ ദൈവത്തിന്റെ ആത്മാവേ പറന്നിറങ്ങണമേ എല്ലാവരും കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് സ്വരമുയർത്തി പാടിക്കേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേൽ പറന്നിറങ്ങുവാൻ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ അഭിഷേകം ചെയ്തേ ശക്തിയാൽ നിറയ്ക്കണേ Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. You're the living water, never dying fountain. Comforter and counselor, take complete control. You're the living water, never dying fountain. Comforter and counselor,
നല്ലപോലെ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഹല്ലേലൂയ. ഈ ആകാശത്തേക്ക് നോക്കി നല്ലപോലെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നസ്രാനായ യേശുക്രിസ്തുവിന്റെ ജീവിക്കുന്ന നാമത്തിൽ നാം ഈ കാര്യത്തോണിൽ ഒന്നിച്ചുകൂടുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരണം. ആ ബോധ്യത്തോടെ എല്ലാവരും നല്ലപോലെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളിൽ നിന്ന് നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പോരാ, നല്ലപോലെ എന്ന് പറഞ്ഞേ. ഒന്ന് ചിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളിനെ ഒന്ന് തട്ടിക്കൊണ്ട് ഒരു അടി കൊടുത്തുകൊണ്ട് നല്ലപോലെ ഒന്ന് ചിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞേ. ആ പുറകിലേക്കൊക്കെ നോക്കി കൈകളൊക്കെ ഒന്ന് വീശി എല്ലാവരും നല്ലപോലെ ഒന്ന് സന്തോഷത്തോടെ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. പരിശുദ്ധ രക്തത്താൽ സകലരുടെ മേലും യേശുവിന്റെ രക്തങ്ങൾ ചലിക്കുകയാണ്. വിശ്വാസത്താൽ സകല കെട്ടുകൾ വഴിയേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരവിറങ്ങട്ടെ. Lord, the fire of the Holy Spirit. Hallelujah. പരിശുദ്ധാത്മാവിന്റെ ശക്തി അപ്പസ്തോല പ്രവർത്തനം 1:8 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ശക്തി പ്രാപിക്കും. പ്രിയപ്പെട്ടവരെന്ന ശക്തിയിലേക്ക് നമുക്ക് കടന്നു വരാം. ആത്മാവിന്റെ ശക്തി, മലകളെ മാറ്റുന്ന ശക്തി, സകലതും സൃഷ്ടിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഉണ്ടാകട്ടെ എന്ന ഒറ്റവാക്കിനാൽ സകലതും സൃഷ്ടിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി ഇന്നിവിടെ വ്യാപരിക്കണം. ഇന്നിവിടെ വ്യാപരിച്ചേ മതിയാകൂ. നിങ്ങളൊന്ന് സ്തുതിച്ച് നിങ്ങൾ പറ, ദൈവത്തിന്റെ ആത്മാവ്
വിശ്വസിക്ക്. പുതിയ വർഷത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിന്റെ ശക്തി ഏറ്റെടുക്കുക. സകല വേദനകളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞൊരു വർഷക്കാലം വേദനയിലായിരിക്കാം, ജീവിതപങ്കാളി നഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം, ചില രോഗങ്ങളോ ചില നഷ്ടങ്ങളോ നിങ്ങളെ തകർത്ത് മറിച്ചിട്ടുണ്ടാകാം. പക്ഷെ വിശ്വസിക്ക്, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ലാസ്റ്ററിനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി നിങ്ങളുടെ മേൽ കടന്നു വരുവാൻ എല്ലാവരും ആ ശക്തി മാത്രം ഒന്ന് ആഗ്രഹിച്ചു. എല്ലാവരും ഒന്ന് ആഗ്രഹിച്ചു. ഇത് ദൈവത്തിന്റെ സമയമാണ്. ഈ രാത്രി ഈ ഓഡിറ്റോറിയം മുഴുവൻ ദൈവ സാന്നിധ്യം നിറയാൻ പോകുന്ന സമയമാണ്. സ്വർഗം തുറക്കുവാൻ പോകുന്ന സമയം, മാലാഖമാർ ഇറങ്ങുവാൻ പോകുന്ന സമയം, ക്യാൻസറുകളും ട്യൂമറുകളും മാറിമറിയുന്ന സമയം, വേദനകൾ വരുന്ന സമയം. എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ വിളിച്ചേ, വിളിച്ചേ പരിശുദ്ധാത്മാവേന്ന്. ദൈവത്തിന്റെ സമയമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. ഇത് അഗ്നി ഇറങ്ങുവാൻ പോകുന്ന സമയമാണ്. ഇത് കെട്ടുകളെ ചെയ്യുന്ന സമയമാണ്. ജീവജലം നീയല്ലോ, ദാഹം തീർക്കും ആത്മനേ, ഭജനത്താൽ നിറഞ്ഞേ പാടുകയെ നിങ്ങൾ എല്ലാവരും ചേർന്ന് പുത്രിയാണേ. അഗ്നിയും കൊടും കാറ്റും നീ, പെരുമഴ പോലെ പെയ്തിറങ്ങണേ. പാടിക്കേ നിങ്ങൾ വലിയൊരു അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പെയ്തിറങ്ങട്ടെ. എല്ലാവരും കൈകൾ ഉയർത്തി കൈകൾ ഉയർത്തി അടിച്ചു. ഒരു അഭിഷേകത്തിനായി ദാഹിച്ചുകൊണ്ട് പാടിക്കേ. അഭിഷേകം ചെയ്തേ
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ലപോലെ ഒന്ന് പറഞ്ഞേ, ഒന്ന് ചിരിച്ചുകൊണ്ടൊന്ന് പറഞ്ഞേ. വലതുകരം ഉയർത്തി, പോരാ ഇടതുകരം ഉയർത്തി, ഇരുകരങ്ങളും ഉയർത്തി, ഒന്ന് കുനിഞ്ഞ് നുകർന്ന് നല്ലപോലെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പോരാ നല്ലപോലെ ഒന്ന് കുനിഞ്ഞ്, നടുവേദനയൊക്കെ ഒന്ന് മാറട്ടെ. എല്ലാവരും നല്ലപോലെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ വർഷത്തിലേക്ക് നാം കടന്നു പോവുകയാണ്. പഴയതെല്ലാം മാറ്റിവെച്ച് ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ചൈതന്യം. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ ശിലാഹൃദയങ്ങളെ ഞാൻ എടുത്തു മാറ്റും, പകരം മാംസള ഹൃദയം ഞാൻ നൽകും. എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ നിവേശിപ്പിക്കും. എന്റെ വചനം പാലിക്കുന്നവരാക്കി നിങ്ങളെ ഞാൻ മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു സൃഷ്ടി ഇവിടെ നടക്കണം. ഉൽപ്പത്തിയിൽ നാം കാണുന്നുണ്ട്, ദൈവം വചനം പറഞ്ഞുകൊണ്ടാണ് സൃഷ്ടി നടത്തുന്നത്. ഉണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് ചേർന്ന് വചനം പറയുമ്പോൾ അത് സാധ്യമായി, അത് സത്യമായി. നിങ്ങൾ ചിലപ്പോൾ വേദനയിലായിരിക്കാം, ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടായിരിക്കാം, ചില സാമ്പത്തിക ബാധ്യതകൾ ഈ 2015 നിങ്ങളെ വേട്ടയാടിയിട്ടുണ്ടാകാം. വിട്ടുകൊടുക്കരുത്. നമുക്കൊരു ദൈവമുണ്ട്, സർവശക്തനാണവൻ. ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ, ഈ കാറ്റും കടലും സൃഷ്ടിച്ചവൻ. കാറ്റടിച്ചേക്കാം, കൊടുങ്കാറ്റടിച്ചേക്കാം, തിരമാല ഉയർന്നു പൊങ്ങിയേക്കാം. വിശ്വസിക്ക്, സകല കാറ്റും സകല തിരമാലയും അവന്റെ കാൽ കീഴിൽ അമർന്നു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ വചനം പറയണം, നിങ്ങൾ സൃഷ്ടി നടത്തണം. നിങ്ങളുടെ കുഞ്ഞ് പഠിക്കുന്നില്ലേ? കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പറയണം, യേശുവിന്റെ നാമത്തിൽ എന്റെ കുഞ്ഞ് പഠിക്കട്ടെ. സാമ്പത്തിക ബാധ്യതയുണ്ടോ? വിളിച്ചു പറയണം, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ യേശു ക്രിസ്തു വഴി സകലതും എനിക്ക് നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ആ വചനത്തെ നമ്മുടെ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിക്കാൻ പോവുകയാണ്. യോഹന്നാൻ 1:1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം ദൈവമാണെങ്കിൽ, വചനം മാംസമായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നവൻ നമ്മുടെ മധ്യേ ഉണ്ട്. ആ വചനത്തെ നമ്മുടെ നെഞ്ചോടൊന്ന് ചേർക്കുവാൻ പോവുകയാണ്. നിങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കടന്നു വരുവാൻ, ദൈവത്തിന്റെ വചനത്തിന് നിങ്ങളുടെ മേൽ സൃഷ്ടി നടത്തുവാൻ നിങ്ങളൊന്ന് വിട്ടുകൊടുത്തേ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഏറ്റെടുത്തുകൊണ്ട് സങ്കീർത്തകൻ പാടുകയാണ്, ഈരടികൾ നിങ്ങളുടെ നെഞ്ചിലേക്ക് ഒന്ന് ഏറ്റെടുക്കാം. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി എങ്കിൽ, സകലതും സൃഷ്ടി നടത്തുവാൻ വചനത്തിന് സാധ്യമായി എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങളുടെ നെഞ്ചിലേക്കൊന്ന് നിറയുവാൻ വേണ്ടി നിങ്ങളൊന്ന് ആഗ്രഹിച്ച് ഒന്ന് കണ്ണുകളെ അടച്ച് ഈ കുരിശിലേക്കൊന്ന് നോക്കിക്കേ. നിങ്ങളുടെ കണ്ണുകളിലേക്ക് ക്രൂശിത രൂപം മാത്രം മതി. വചനം മാംസമായവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ പരിപൂർണമായി വിട്ടുകൊടുത്തവൻ, അവസാന തുള്ളി രക്തവും നമുക്കായി ചിന്തിയവൻ, ബാക്കിയെല്ലാം നമുക്കായി കൂട്ടിച്ചേർക്കാൻ പോകുന്ന സമയം നമുക്കൊന്നു ചേർന്ന് ഇങ്ങനെ പാടാം. വചനമേ നിറയൂ നീ ഞങ്ങൾക്ക് ജീവനിൽ, വചനമേ നയിക്ക നീ ഞങ്ങൾ തൻ വഴികളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ പാടിടുന്നേ.
ചേർന്ന് പാടിക്കേ. നയിക്കണേ ഞങ്ങൾ തൻ വഴികളെ. ഹല്ലേലൂയ എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ സന്തോഷത്തോടെ ഹല്ലേലൂയ പാടിടും. ഹല്ലേലൂയ 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 പാടിടും. പരിശുദ്ധ അമ്മയെ പോൽ ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസൻ എന്നേറ്റു പറഞ്ഞുകൊണ്ട് ഈ വചനത്തെ നമ്മുടെ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിക്കാം. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം സന്ധിബന്ധങ്ങളിലും മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറുവാൻ കരുത്തുള്ള ദൈവത്തിന്റെ വചനം ഹൃദയത്തിന്റെ വിചാരങ്ങളെയും തിരിച്ചറിയുന്ന ദൈവത്തിന്റെ വചനം. പ്രിയപ്പെട്ടവരെ, ആ വചനം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ വചനത്തിൽ ജീവനുണ്ട്. ഈ വചനം നിങ്ങളുടെ നെഞ്ചിൽ നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങളുടെ വേദനകളെ മാറ്റുവാൻ, എവിടെയാണോ അന്ധകാരം നിറഞ്ഞിരിക്കുന്നത് ആ മേഖലകളിൽ നിന്ന് ദൈവത്തിന്റെ പ്രകാശം, വചനത്തിന്റെ പ്രകാശം ആഞ്ഞടിക്കാൻ പോവുകയാണ്. എല്ലാം ദൈവത്തിന്റെ കൈകളിലേക്ക് ഒന്ന് വിട്ടുകൊടുത്തേ. ഇതുപോലൊരു സമയം ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നില്ല. നാളത്തെ പ്രഭാതം നമുക്കായി കാത്തിരിക്കണമെന്നില്ല. പക്ഷെ ദൈവം ഇന്ന് നമ്മുടെ മധ്യയുണ്ട്. യേശു നമ്മുടെ മധ്യയുണ്ട്. ആ വചനം മാംസമായവനെ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞ് എല്ലാവരും ചേർന്ന് പോരാ സ്വരമുയർത്തിയെന്ന് പറഞ്ഞ് പോരാ നല്ലപോലെ എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടിക്കേ. ഹല്ലേലൂയ കൈകൾ വീശി ഹല്ലേലൂയ പാടിടും. ഹല്ലേലൂയ 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 പാടിടും. ഹല്ലേലൂയ 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 പാടിടും. ഹല്ലേലൂയ 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 പാടിടും. വചനമേ നിറയൂ നീ ഞങ്ങൾ തൻ ജീവനിൽ. വചനമേ പാടിക്കേ. നയിക്കണേ ഞങ്ങൾ തൻ വഴികളെ. വചനമേ എല്ലാവരും ചേർന്ന് വചനമേ വചനമേ ദൈവ വചനമേ 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 ദൈവ വചനം. വചനം വചനമേ 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 ദൈവ വചനമേ 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 ദൈവ വചനമേ. എന്താണ് നിങ്ങളൊന്ന് പാടിക്കേ. നിങ്ങളൊന്ന് പാടിക്കേ. എങ്ങനെയാ പാടിക്കൊടുക്കുന്നത്? വചനമേ നിങ്ങൾ പാടിക്കേ. പോരാ സ്വരമുയർത്തി ദൈവ വചനമേ പാടിക്കേ. പാടിക്കേ. പോരാ സ്വരമുയർത്തി ഒന്നുകൂടെ, ഒരിക്കൽ കൂടി. ഹല്ലേലൂയ 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 പാടിടും. പാടിക്കേ.
സാന്നിധ്യം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് പാറയെ തകർക്കുന്ന കൂടമാണ്. ആത്മീയാണ് ദൈവത്തിന്റെ വചനം. ഒന്ന് വിശ്വസിച്ച് നേറ്റെടുത്ത് നിങ്ങളൊന്ന് വചനം പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെ നോക്കി, നിങ്ങളുടെ ബാധ്യതയെ നോക്കി, നിങ്ങളുടെ രോഗത്തെ നോക്കി, നിങ്ങളുടെ ഏത് പ്രശ്നമാണോ പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും ഏറ്റുപാടും. യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന്, ദൈവത്തിന്റെ വചനമല്ലാതെ മറ്റൊന്നുമില്ല. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ഏറ്റെടുക്കാം. ഹല്ലേലൂയാ 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 പാടിടുന്നേ. ഹല്ലേലൂയാ അഭിഷേകം വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. പാടിടുന്നേ. സ്വർഗം തുറക്കട്ടെ. ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്. വചനമേ 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 ദൈവ വചനമേ 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 ദൈവ വചനമേ. Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. സങ്കീർത്തനം 23, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നമ്മളെ കൈപിടിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? 5 മിനിറ്റ് നിങ്ങൾക്ക് ഇരിക്കാം. ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് പാലായിൽ നിന്നും ഏറ്റുമാനൂരിലേക്ക് കടന്നു വരുന്ന ഒരു സമയം, രാത്രി 2 മണി, എന്റെ വണ്ടി ഒന്ന് ആക്സിഡന്റിലായി. കൂടല്ലൂർക്കാവില് ഒരു കുരിശുപള്ളിയിലേക്ക് രാത്രി 2 മണിക്ക് വണ്ടി ഇടിച്ചു കയറി. വണ്ടി മൊത്തം നിശേഷം വണ്ടി നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, എന്റെ ശരീരത്ത് ഒരു പോറ പോലുമില്ലാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ സംരക്ഷിച്ചു. എന്റെ ഈ റിബ്സിന് ഒരു ചെറിയ ഹെയർലൈൻ ഫ്രാക്ചർ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. നിങ്ങൾക്കറിയാമോ, അവിടെ നിന്നും ഞാൻ നേരെ കടന്നുപോയത് കാരിത്താസ് ആശുപത്രിയിലേക്ക്. അവിടെ ട്രോമ ICUവിൽ ഒരു ദിവസം ആശുപത്രിയിൽ കിടക്കുന്ന സമയം ട്രോമ ICUവിൽ ഞാൻ മാത്രമേ ഉള്ളൂ. 2 നഴ്സുമാരുണ്ട്. അതിലൊരു പെൺകുട്ടി വന്ന് എന്നോട് ചോദിച്ചു, എന്ത് പറ്റി, എന്താണ് ചേട്ടൻ ചെയ്യുന്നത്, എന്ത് ജോലിയാണ്, പല കാര്യങ്ങളും ആ പെൺകുട്ടി എന്നോട് ചോദിച്ചു. ശരീരം മുഴുവൻ വേദനയാണ്,
എങ്കിലും ഞാൻ ആ പെൺകുട്ടിയോട് എന്റെ എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ ജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ പറ്റി. ആ സമയത്ത് ഇന്ന് നിങ്ങളോട് വചനം പറയുവാനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബ്രദർ റെജി എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനും ഐസിയുവിലേക്ക് കടന്നു വന്നു. ഒരു 5 മിനിറ്റ് പോലും അവർ അനുവദിക്കില്ല അവിടെ നിർത്തുവാൻ. ആരെയും കയറ്റിവിടില്ല. എന്റെ ജീവിത പങ്കാളി എന്ന് ഫോൺ വിളിച്ചിട്ട് പോലും എന്താ പറയുന്നത്, ഒരു വളരെ വിഷമിച്ചാണ് അതിനകത്തോട് അനുവദിച്ചത്. പക്ഷെ ഇദ്ദേഹം കടന്നു വന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടന്നു വന്നപ്പോൾ ഞാൻ പെൺകുട്ടിയോട് പറഞ്ഞു, കയറ്റി വിട്ടേ പറ്റൂ. എന്തായാലും ഐസിയുവിലേക്ക് കയറുന്ന ആ പച്ച ഉടുപ്പും തൊപ്പിയും ഒക്കെ വെച്ച് റജിവേർ എന്നെ കാണാനായിട്ട് കയറി വന്നു. ഈ നിൽക്കുന്ന പീറ്ററും കൂടെയുണ്ട്. എനിക്ക് വേണ്ടി അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു, ഈ പെൺകുട്ടിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാനിങ്ങനെ പറയുകയും ഈ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ഇങ്ങനെ ബ്രദർ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, നീ എന്തിനാണ് മരിക്കാൻ തീരുമാനിച്ചത്? പോയി നിന്റെ അപ്പനോട് മാപ്പ് പറ. ഒരു പരിചയമില്ലാത്തൊരു പെൺകുട്ടി, ഒറ്റ വാക്ക്. അടുത്തത് ആ പെൺകുട്ടിയുടെ ഒരു ചെറിയ ഒരു കരച്ചിലോടുകൂടി എന്റെ പപ്പ മരിച്ചുപോയി എന്ന് അവൾ ഇങ്ങനെ ചെറിയ സ്വരത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, ആ പെൺകുട്ടിയുമായിട്ട് ആ ഐസിയുവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപയേകി. 5 മാസം പ്രഗ്നന്റ് ആയിരുന്ന പെൺകുട്ടി എങ്ങനെ മരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ കടന്നു പോവുകയാണ്. നമുക്ക് തോന്നും ഒരു ആക്സിഡന്റ്, പക്ഷെ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ആകാശവും ഭൂമിയും അകന്നിരിക്കുന്നത് പോലെ വളരെ വ്യത്യസ്തമാണ്. ഐസിയുവിൽ കടന്നു വന്ന് ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 2 ജീവൻ രക്ഷിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സാധിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലും നമ്മെക്കുറിച്ച് കരുതുന്ന ദൈവമുണ്ട്. ഒരുപക്ഷെ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായേക്കാം, പക്ഷെ ഐസിയുവിൽ കിടക്കുമ്പോഴും ദൈവത്തിന്റെ വചനം പറയുവാനും യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ആ പെൺകുട്ടിയോട് പറയുവാനും, യേശു നിനക്കായി മരിച്ചു, ഇനി നീ മരിക്കേണ്ട, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി, ആ ഒരു സന്ദേശം കൊടുക്കുവാൻ ദൈവം നമ്മെ ഉപയോഗിച്ചു. നിങ്ങളുടെ ജീവിതത്തിലും ചില തകർച്ചകൾ ഉണ്ടായേക്കാം, നിങ്ങളുടെ ജീവിതത്തിലും ചില വേദനകൾ ഉണ്ടായേക്കാം. പക്ഷേ മരണമെന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ. കാരണം യേശു ക്രിസ്തു ജീവിക്കുന്നുണ്ട്. വചനം മാംസമായവൻ, നമുക്കായി കീറി മുറിഞ്ഞവൻ. ആ ദൈവത്തെ സ്തുതിച്ച് ആ ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആഗ്രഹമുള്ളവർ ഒരു വലതുകരം ഉയർത്തി ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞ്, പോരാ നല്ലപോലെ എന്ന് പറഞ്ഞ്, പോരാ നല്ലപോലെ എന്ന് പറഞ്ഞ്, അടുത്തിരിക്കുന്ന ആളിന് ഒരു ഷെയ്ക്കാക്ക് കൊടുത്ത് ഒരു ഹല്ലേലൂയ പറഞ്ഞ്, പുതിയ വർഷത്തിലേക്ക് കടന്നു പോകുവാൻ ഇനി എന്താ പറയുന്നത്, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 1 വർഷം നമ്മളെ കൈപിടിച്ചവൻ, നമ്മളെ കാത്തുപരിപാലിച്ചവൻ, ഐസിയുവിന്റെ നടുവിൽ പോലും ഇറങ്ങി വന്നവൻ, പട്ടിണിയിലും കണ്ണുനീരിലും നമ്മുടെ കൈപിടിച്ചവൻ, നമ്മളെല്ലാം ഒറ്റപ്പെട്ടില്ലേ, നമ്മളെല്ലാം തകർക്കപ്പെട്ടില്ലേ? വിശ്വസിക്ക്, എത്ര വലിയ പ്രതികൂലം നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയാലും ചെങ്കടൽ വിഭജിച്ച ഒരു ദൈവം നമ്മുടെ മുൻപിലുണ്ട്. ആ ബോധ്യത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ, പോരാ നല്ലപോലെ എന്ന് പറഞ്ഞേ, നല്ലപോലെ എന്ന് പറഞ്ഞേ. നമ്മളൊരു പാട്ട് പാടാൻ പോവുകയാണ്. അബി ടീച്ചറും ചേർന്ന് നിങ്ങളെ ആ ഗാനം ഒന്ന് പഠിപ്പിക്കും. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് ആ പാട്ടൊന്ന് പാടും. റെഡിയാണോ? റെഡിയാണോ? റെഡിയാണെങ്കിൽ അലധികാരം നിർത്തി നല്ല പോലെ എന്ന് പറഞ്ഞേ. യാക്കോബ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കാതെ ആ വിടുകയല്ല. നിങ്ങൾ ധൈര്യമുണ്ടേ പറ, നിങ്ങൾ ധൈര്യമുണ്ടെന്ന് പറഞ്ഞു നോക്കിക്കേ. ദൈവം തന്റെ ആത്മാവിനെ അയക്കാൻ പോകുന്ന സമയമാണ്. നിങ്ങൾ ആരും വന്ന പോലെ തിരികെ പോവില്ല. ക്യാൻസർ ഉണ്ടോ? വലിച്ചു പറിച്ച് എറിയ് യേശുവിന്റെ നാമത്തിൽ. നടുവേദനയുണ്ടോ? കൈവച്ചിട്ട് പറയണ്ട, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പറ.
ഇന്ന് വചനം ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പോവുക. വീട്ടിലെ പാട്ടൊന്ന് പഠിപ്പിച്ചേ. ഹല്ലേലൂയ. 2015 ഏതാനും സമയങ്ങൾ കൂടി കഴിഞ്ഞാൽ കടന്നു പോവുകയാണ്. ഇനി ഈ പഴയ കാലം നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല, ഉറപ്പാണ്. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ പുതിയൊരു മനുഷ്യനായി നമ്മൾ രൂപാന്തരപ്പെടണം. പുതിയ മനുഷ്യനായി മാറേണ്ടത് കർത്താവിന്റെ ഹിതമനുസരിച്ച് ജീവിച്ച് നമ്മൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അത് അർത്ഥപൂർണമായി മാറുന്നത്. ഇന്ന് നമ്മളിവിടെ കേൾക്കുവാൻ പോകുന്ന ദൈവവചനം അതേപടി അനുസരിച്ച് പുതിയ വർഷത്തിലേക്ക് പുതിയൊരു മനുഷ്യനായി മാറുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും വരുവാനിരിക്കുന്ന പുതുവത്സരത്തിന്റെ ആശംസകളെല്ലാം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ഈ ഗാനം പാടുകയാണ്. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പഠിക്കേ. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നമ്മൾ നമ്മുടെ അധരങ്ങൾ കൊണ്ട് പാടണം കേട്ടോ. ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് അധരങ്ങൾ കൊണ്ട് പാടണം. യേശുവേ നാഥ അങ്ങയെ ഞാൻ പഠിക്കേ. യേശുവേ നാഥ അങ്ങയെ ഞാൻ